ഹൃദയത്തെ ഉണർത്തും മൊഴികൾ, ഇരുളകറ്റിടും വചനം, ക്രൂശിലെ 7 മൊഴികൾ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഹിൽ വാലി എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെയെല്ലാം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് അല്പസമയം ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ഭാഗം കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ ആയിരുന്നു കൊണ്ട് മൊഴിഞ്ഞതായിട്ടുള്ള 4-ാമത്തെ മൊഴിയാണ്. മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം 46-ാമത്തെ വാക്യം. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു ഭാഗമാണ്. എല്ലാ വർഷവും നാം ചിന്തിക്കുന്നതായിട്ടുള്ള ഒരു ഭാഗവും കൂടെയാണ് ഈ വായിച്ച് കേട്ടത്. കർത്താവ് ക്രൂശിതനായി ക്രൂശിന്മേൽ കിടക്കുകയാണ്. ഒരു ക്രൂശിൽ ആയിരിക്കുമ്പോൾ ഒരു മനുഷ്യനുണ്ടാകാവുന്ന വേദന അസഹനീയമായ വേദനയിൽ ആയിരിക്കുമ്പോൾ തൻ്റേതായിട്ടുള്ള ഒരു മാനുഷികമായ നിലവിളിയാണ് നാം ഇവിടെ കാണുന്നത്. ഒരു മനുഷ്യൻ എന്ന നിലയിൽ സഹിക്കാവുന്നതിൽ ഏറ്റവും വലിയ വേദനകളിൽ ഒന്നാണ് ക്രൂശിൽ ആയിരിക്കുമ്പോൾ ഉണ്ടാകുന്നത്. ശാരീരികവും മാനസികവുമായി വളരെയധികം തളർന്ന് തൻ്റെ പിതാവായ ദൈവം കൈവിട്ടു എന്ന ഒരു നിലവിളി നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? ആ സന്ദർഭം നാം നോക്കുമ്പോൾ കർത്താവ് എല്ലാവരിൽ നിന്ന് ത്യജിക്കപ്പെട്ട് താനായിരുന്ന തൻ്റെ കൂടെയായിരുന്ന ശിഷ്യന്മാരിൽ നിന്ന് ത്യജിക്കപ്പെട്ട് താനായിരുന്നതായിട്ടുള്ള ജനങ്ങളിൽ നിന്ന് ത്യജിക്കപ്പെട്ട് ഒരുപക്ഷെ കൂടെയായിരുന്ന ദൂതന്മാരിൽ നിന്ന് വരെ ത്യജിക്കപ്പെട്ടതായ ഒരു സാഹചര്യത്തിൽ ആണ് കർത്താവ് ആയിരുന്നത്. ആ സമയത്താണ് കർത്താവ് ഒരു മാനുഷിക നിലവിളി അവിടെ ഉണ്ടാകുന്നത്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം നമുക്ക് അറിയാം എന്തിനു വേണ്ടി ആയിരുന്നു. ലോകത്തിൻ്റെ പാപത്തെ ചുമന്നുകൊണ്ടാണ് കർത്താവ് ക്രൂശിതനായിരിക്കുന്നത്. ലേവ്യ പുസ്തകത്തിൽ നമുക്കൊരു കുഞ്ഞാടിനെ കാണുവാനായിട്ട് സാധിക്കും. അവിടെ അഹരോൻ ആ കുഞ്ഞാടിന്മേൽ കൈവച്ച് ലോകത്തിൻ്റെ ജനതയുടെ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ സകല പാപങ്ങളെയും ആ കുഞ്ഞാടിന്മേൽ ആരോപിക്കുകയും ആ കുഞ്ഞാടിനെ അവിടെ ബലിയർപ്പിക്കുന്നതായിട്ടും അല്ലെങ്കിൽ പാളയത്തിന് പുറത്ത് അതിനെ ഒറ്റയ്ക്കാക്കുന്നതായിട്ടും അതിനെ പുറത്താക്കപ്പെടുന്നതായിട്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ ഒരു അനുഭവത്തിലാണ് കർത്താവും ഇവിടെ ആയിരിക്കുന്നത്. ആ ഒരു കുഞ്ഞാടിനെ പോലെ തന്നെ എല്ലാവരാലും ത്യജിക്കപ്പെട്ട് എല്ലാവരാലും വെറുക്കപ്പെട്ട നിലയിൽ അവിടെ ഉപേക്ഷിക്കുന്ന രീതിയിൽ കർത്താവ് അവിടെ ആയിരിക്കുന്നത്. ആ സമയത്താണ് അവിടെ ആ നിലവിളി ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ ഭാഗത്തിലാണ് നമുക്ക് മനസ്സിലാകുന്നത് ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ ഒരു അവസ്ഥ. കർത്താവിനെ യോഹന്നാൻ സ്നാപകൻ കണ്ട മാത്രയിൽ തന്നെ അദ്ദേഹം യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയുന്നത് ഇങ്ങനെയാണ്: ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്നവനായ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന്. അതെ, എന്തിനു വേണ്ടിയാണ് ക്രിസ്തു ക്രൂശിൽ മരിച്ചത്? ലോകത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും പാപപരിഹാരത്തിന് വേണ്ടി കർത്താവ് ക്രൂശിൽ മരിച്ചു. ആ ഒരു ബോധ്യത്തോടുകൂടെ തന്നെ നാം ആയിരിക്കണം. കർത്താവിൻ്റെ ഈ നിലവിളി നമുക്ക് മറ്റൊരു അർത്ഥത്തിൽ കാണുവാനായിട്ട് സാധിക്കും. 22-ാം സങ്കീർത്തനം നാം വായിക്കുമ്പോൾ അവിടെ ഈ നിലവിളി കാണുവാനായിട്ട് സാധിക്കും. അതിനാൽ അതിനെ ഒരു വചനമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആയതിനാൽ അതിനെ ഇങ്ങനെ നമുക്ക് ചിന്തിക്കാം: അവിടെ താൻ ത്യജിക്കപ്പെട്ടു അല്ലെങ്കിൽ പിതാവിനാൽ ത്യജിക്കപ്പെട്ടു എന്നതിലുപരി തൻ്റെ നിലവിളി എന്ന് പറയുന്നത് അവിടെ ഒരു വചനത്തെ മുറുകെ പിടിക്കുന്ന അവസ്ഥ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ വാക്യം എന്ന് പറയുന്നത് എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്നത് ഒരു വചനമായിട്ട് നാം കണക്കാക്കുമ്പോൾ അവിടെ തൻ്റെ ഏത് പ്രതിസന്ധിയിലും താൻ മരിക്കുവാൻ പോകുന്നു അല്ലെങ്കിൽ തീർച്ചയായും ഒരു മനുഷ്യതുല്യനായി തീർന്ന സാഹചര്യത്തിൽ പോലും ആ വേദനയിൽ പോലും വചനത്തെ മുറുകെ പിടിക്കുന്ന ക്രിസ്തുവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വചനം നമ്മൾ പഠിക്കുമ്പോൾ ഈ സുവിശേഷം നാം കാണുമ്പോൾ കർത്താവിൻ്റെ ജീവിതത്തിലെ ഓരോ ഭാഗങ്ങളും വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വചന അടിസ്ഥാനത്തിൽ തന്നെ താൻ ക്രമീകരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിൻ്റെ ഫലമായിട്ട് ഉണ്ടായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ, അവിടെ യഹോവയായ ദൈവത്തിനോടൊപ്പം ആയിരിക്കുവാൻ അവിടെ കർത്താവ് തന്നെ അവിടെ
ഉയർത്തെഴുന്നേറ്റ ശേഷം ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു കാര്യമുണ്ട്: ഞാൻ ഈ ലോകത്തെ ജയിച്ചിരിക്കുന്നു, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതെ, അവിടെ വചനം ക്രിസ്തു മുറുകെ പിടിച്ചുകൊണ്ട് പിതാവിൻ്റെ ഇഷ്ടം ചെയ്തതുകൊണ്ട് നമുക്ക് അറിയാം കർത്താവിന് കിട്ടിയ മഹിമ എന്ന് പറയുന്നത് ദൈവത്തോടൊപ്പം യഹോവയോടൊപ്പം വലത്തുഭാഗത്തിരിക്കുവാനുള്ള അവസരം അവിടെ ഉണ്ടാകുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. സകല മഹത്വവും ഉള്ള കർത്താവിൻ്റെ യഹോവയുടെ അടുക്കലേക്ക് എത്തുവാനും അവരോടൊപ്പം ആയിരിക്കുവാനും അവിടെ ക്രിസ്തുവിനെ അവസരം ലഭിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇത് നമ്മുടെ ജീവിതവുമായിട്ട് ഒന്ന് താരതമ്യം ചെയ്തു നോക്കാം. അതായത് നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഉണ്ടാകുന്ന കഷ്ടങ്ങളും വേദനകളും ദുരിതങ്ങളും വരുമ്പോൾ ഒരുപക്ഷെ നാമും ഇതുപോലെ യേശുവിനെ പോലെ നിലവിളിച്ചവരാണ്: എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? അല്ലെങ്കിൽ ദൈവമേ, എന്നെ നീ കൈവിട്ടുവല്ലോ എന്ന ഒരു ചോദ്യത്തോടു കൂടെ പലപ്പോഴും നമ്മൾ ആയിരിക്കുന്നതാണ്. ഒരുപക്ഷെ നമ്മുടെ ബന്ധുമിത്രാദികളുമായി ത്യജിക്കപ്പെട്ടവരായിട്ടായിരിക്കാം, സഹോദരങ്ങൾ ത്യജിക്കപ്പെട്ടവരായിട്ടായിരിക്കാം, മാതാപിതാക്കൾ പോലും ത്യജിക്കപ്പെട്ടതായിട്ട് നമുക്ക് തോന്നുന്ന സാഹചര്യങ്ങളിൽ ആയിരിക്കാം. അങ്ങനെ പല സാഹചര്യങ്ങളിൽ നാം തളർന്നു പോകുന്നതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ട്. ഇവിടെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ വചനം മുറുകെ പിടിച്ചുകൊണ്ട് വചന അടിസ്ഥാനത്തിൽ നാം ക്രമീകരിക്കുകയാണ് എങ്കിൽ, ആ പരീക്ഷകളെ നാം തരണം ചെയ്യുകയാണ് എങ്കിൽ, യഹോവ നമുക്ക് കരുതി വച്ചിരിക്കുന്നതായിട്ടുള്ള നന്മകൾ പ്രാപിക്കുവാൻ, അവൻ നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്ന നിത്യജീവൻ പ്രാപിക്കുവാൻ അത് കാരണമായി തീരും എന്ന് നമുക്ക് ഈ ഭാഗത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ക്രിസ്തു നമുക്ക് വേണ്ടി ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിപ്പാനായിട്ട് ഭൂമിയിൽ വന്ന് ക്രൂശിതനായിട്ട് മരിച്ചു. ആ കർത്താവിൻ്റെ നിത്യജീവൻ പ്രാപിക്കുവാൻ, ആ കർത്താവിൻ്റെ രക്ഷ അനുഭവിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഹൃദയത്തെ ഉണർത്തും മൊഴികൾ, ഇരുളകറ്റിടും വചനം, ക്രൂശിലെ